മനുഷ്യചരിത്രത്തെ മാറ്റിമറിച്ച കൊളംബസിന്റെ കപ്പൽ യാത്ര എന്താണ് എന്നല്ലേ നമുക്ക് നോക്കാം. ഒക്ടോബർ 12 മനുഷ്യചരിത്രത്തിൽ വളരെയേറെ സ്ഥാനമുള്ള ഒരു തീയതിയാണ് ഇത്. യൂറോപ്യൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് യൂറോപ്പിന് പുറത്ത് ഒരു സ്ഥലം കണ്ടെത്തിയത് ഈ തീയതിയിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1492 ഒക്ടോബർ 12. പിൽക്കാലത്ത് ലോകം മുഴുവൻ ലക്ഷ്യമിട്ടുള്ള യൂറോപ്യൻ പര്യവേക്ഷക സംഘങ്ങളുടെ പടയോട്ടത്തിന് തുടക്കമിട്ടത് ഈ ചരിത്ര സംഭവമാണ്. എഡ്ജ് ഓഫ് ഡിസ്കവറി എന്ന് യൂറോപ്യന്മാർ വാഴ്ത്തുന്ന യുഗത്തിന്റെ തുടക്കം. ലോകമെങ്ങും യൂറോപ്പിന്റെ കോളനിവൽക്കരണം നടപ്പായതിനു പിന്നിൽ ഈ യാത്ര വഹിച്ച പങ്ക് ചില്ലറയല്ല. ഇറ്റലിയിലെ ജനോയിൽ 1451 കൊളംബസ് ജനിച്ചത്. കമ്പിളി നിർമ്മാണ തൊഴിലാളിയായ ഡൊമിനിക്കോ കൊളംബോയുടെയും സൂസന്നയുടെയും മൂത്ത മകൻ. ചെറുപ്പത്തിൽ തന്നെ കപ്പൽ യാത്ര കൊളംബസിന് ഹരമായിരുന്നു. 26-ാം വയസ്സിൽ തന്നെ ഐസ്ലാൻഡിലേക്ക് അദ്ദേഹം സാഹസിക യാത്ര നടത്തിയിരുന്നു. അക്കാലത്ത് യൂറോപ്പിൽ ഏഷ്യയെക്കുറിച്ച് നിറം പിടിപ്പിച്ച കഥകളാണ്. ഈ കഥകളിൽ കൊളംബസും ആകർഷിക്കപ്പെട്ടു. ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലെ എണ്ണിയാലൊടുങ്ങാത്ത സമ്പത്ത്, സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കുന്നുകൂടി കിടക്കുന്ന മറ്റ് ഏഷ്യൻ ദ്വീപുകളും. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സാഹസികനെ യാത്രയ്ക്ക് പ്രേരിപ്പിക്കുവാൻ ഈ ലക്ഷ്യങ്ങൾ ധാരാളമായിരുന്നു. അക്കാലത്ത് തെക്കേനേഷ്യയിലേക്കുള്ള കടൽ മാർഗം യൂറോപ്യന്മാർക്ക് അറിയുമായിരുന്നില്ല. ഇതിനായി കൊളംബസ് കണക്കുകൂട്ടലുകൾ നടത്തി. പക്ഷേ ആ കണക്കുകൾ തെറ്റി. ഏഷ്യ എന്ന് അദ്ദേഹം ഗണിച്ച സ്ഥലം ഇന്നത്തെ വടക്കൻ അമേരിക്കയായിരുന്നു. തന്റെ പദ്ധതിയുമായി കൊളംബസ് പോർച്ചുഗലിന്റെ രാജാവിനെ കണ്ട് സംസാരിച്ചുവെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചില്ല. നിരാശനാകാതെ സ്പെയിനിലെത്തിയ അദ്ദേഹം അവിടുത്തെ രാജാവായ ഫെർഡിനാൻഡിനെയും റാണി ഇസബല്ലയെയും കാര്യം ധരിപ്പിച്ചു. ആദ്യം ഇത്തരമൊരു ഉദ്യമത്തിന് സമ്മതം നൽകിയില്ലെങ്കിലും പിന്നീട് രാജാവ് സമ്മതം മൂളി. കൊളംബസിന്റെ യാത്രയുടെ ചെലവ് സ്പെയിൻ വഹിക്കാമെന്ന് കരാറായി. മുന്നിൽ കിടക്കുന്നത് അതിസാഹസികമായ യാത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിലും അതു കഴിഞ്ഞാൽ കിട്ടുന്ന പണം, പദവി തുടങ്ങിയ നേട്ടങ്ങൾ കൊളംബസിന് ശക്തി പകർന്നു. 1492 ഓഗസ്റ്റിൽ സ്പെയിനിലെ പാലോസ് തുറമുഖത്തു നിന്ന് സാന്റാ മരിയ, പിന്ന, നിന എന്നീ കപ്പലുകളിലായി കൊളംബസ് യാത്ര തിരിച്ചു. സ്പെയിനിന് തെക്കുള്ള കാനറി ദ്വീപുകളിൽ എത്തിയ ശേഷം പടിഞ്ഞാറേക്ക് യാത്ര. കടലിൽ ഒട്ടേറെ സാഹസിക മുഹൂർത്തങ്ങൾ കൊളംബസിനും സംഘത്തിനും നേരിടേണ്ടി വന്നു. മാസങ്ങളോളം കര കാണാതെയുള്ള യാത്ര നാവികരെ അസ്വസ്ഥരാക്കി. ഒക്ടോബർ 10 ആയപ്പോഴേക്കും നാവികർ ഒരു സംഘർഷത്തിന്റെ വക്കിലെത്തിയിരുന്നു. പക്ഷേ കൊളംബസിന്റെ ഭാഗ്യം, ഒക്ടോബർ 12 ബഹാമസിലെ വാട്ലിംഗ് ദ്വീപിൽ എത്തിച്ചേർന്നു. പിൽക്കാലത്ത് അമേരിക്കൻ വൻകരകൾ അറിയപ്പെട്ടത് നവലോകമെന്നാണ്, അതായത് ന്യൂ വേൾഡ്. ഈ ന്യൂ വേൾഡിലേക്ക് ഒരു യൂറോപ്പുകാരന്റെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. പിന്നീട് കൊളംബസ് ക്യൂബ കണ്ടെത്തി. പക്ഷെ അത് ചൈനയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. തുടർന്ന് ഹിസ്പാനിയോളയിലെത്തിയ ഇദ്ദേഹം ഇത് ജപ്പാനാണെന്നും വിചാരിച്ചു. താൻ പുതുതായി കണ്ടെത്തിയ പ്രദേശങ്ങൾ ഏഷ്യയാണെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ. അവിടെ നിന്നുള്ള സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും അടിമകളുമായി തിരിച്ച് യൂറോപ്പിലെത്തിയ കൊളംബസിന് വിരോചിത സ്വീകരണമാണ് ലഭിച്ചത്. പിന്നീട് 4 തവണ കൂടി അദ്ദേഹം നവലോകത്തേക്ക് കപ്പൽ യാത്ര നടത്തി. കരീബിയൻ ദ്വീപുകളും തെക്കൻ മധ്യ അമേരിക്കൻ കരപ്രദേശവുമെല്ലാം അദ്ദേഹം ഈ യാത്രകളിൽ സന്ദർശിച്ചു. ഏഷ്യ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും വലിയ നേട്ടം യൂറോപ്പിന് കൊളംബസ് സമ്മാനിച്ചു. അമേരിക്കൻ വൻകരയിൽ നിന്നുള്ള അളവറ്റ സ്വത്ത് പിൽക്കാലത്ത് സ്പെയിനിനെ ലോകത്തെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി. കൊളംബസിന്റെ യാത്രകളിൽ ആവേശഭരിതരായ ഒട്ടേറെ നാവികർ യൂറോപ്പിലെ തുറമുഖങ്ങളിൽ നിന്നു തങ്ങളുടെ കപ്പലുകൾ നീറ്റിലിറക്കി. വാസ്കോഡ ഗാമയും മഗല്ലനുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.